ഹേ ഗൈസ് യുഎഇ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ എടുത്ത വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത്. സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. 6:30 നീച്ചു പോകേണ്ട ഞാനാണ് ഈ 8 മണിക്ക് നീച്ചു പോകുന്നത്. അത്രയ്ക്ക് ഉത്തരവാദിത്വം എനിക്ക്. എന്തെന്നെ ആയാലും വിമാനം സ്റ്റാർട്ട് ആക്കണേ മുന്നേ എയർപോർട്ട് ഞാൻ എത്തിക്കണം. ഈ കാണുന്നതാണ് നമ്മളെ ഷാർജ എയർപോർട്ട്. ഒരിടത്ത് സലാം പറഞ്ഞ ഒരേക്ക് ഒന്ന് കെട്ടിപ്പിടിച്ച് നേരെ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി. ഇതിന്റെ ഉള്ളിൽ വന്ന് നോക്കുമ്പോഴാണെങ്കിലോ പെട്ടി തൂക്കിനോട് തരാം നീർച്ചോറ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു. ഒക്കെപ്പാട് അവിടെ പോയി. ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചു എന്തിനാ ചത്തും കൊണ്ട് ഈ നേരത്തെ തന്നെ പോകും. അങ്ങനെ പെട്ടിയൊക്കെ തൂക്കൽ കഴിഞ്ഞ് ബോർഡിംഗ് പാസും വാങ്ങിക്കൊണ്ട് വിമാനത്തിൽ കയറാൻ വേണ്ടി പോകുന്നു. ഇനി ഇവിടെ ഇരിക്കണം 1 മണിക്കൂർ. അങ്ങനെ വിമാനം കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുത്തരെ കിട്ടി. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മളെവിടെ പോകുമ്പോൾ നമ്മളെ വൈബിനനുസരിച്ച് ഓരോരുത്തരെ കിട്ടും. വിമാനത്തിൽ കയറാൻ സമയം കൊടുന്ന് പറഞ്ഞപ്പോൾ ഞാനും അവനും പെട്ടിയൊക്കെ എടുത്ത് നേരെ പോകുന്നു. പിന്നെയല്ലേ മനസ്സിലായത് വിമാനത്തിൽ കയറാനല്ല, വിമാനത്തിൽ പോകാൻ ബസ്സിൽ കയറാനല്ലതാണ്. പാസ്പോർട്ടൊക്കെ വാങ്ങി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നേരെ നമ്മൾ ബസ്സിൽ കയറി. നമ്മളെ കയ്യിൽ എന്ത് ടൈപ്പ് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും അത് മുഖത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ പരിപാടിയാണ് ഇന്ത്യ മാറി വ്ലോഗ് കൊടുത്താണ്. വിമാനത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ഞാൻ മണ്ടിപ്പാഞ്ഞാണ് കയറി. മണ്ണാർക്കാട്ടങ്ങാടി നിന്ന് പെരിന്തൽമണ്ണക്ക് ബസ് കയറുന്നവരെ എന്റെ കാട്ടിലുണ്ട്. ഞാനൊരു തവക്കലത്തോ അല്ലെന്നും പറഞ്ഞുകൊണ്ട് നേരെ എന്റെ സീറ്റിലാണ് പോയിരുന്നു. എയർ ഇന്ത്യ ഒന്നും വിശ്വസിക്കാൻ പറ്റൂലേ. എത്തിയാൽ വിമാനത്തിലിരിക്കുമ്പോൾ എങ്ങനെ ഒരു ബുക്ക് കാണാം, അതൊക്കെ എടുത്തിടക്കൊന്ന് മറിച്ചു പോയിക്കോണ്ട്. കാരണം വിമാനത്തെ എങ്ങനെ പൊട്ടിത്തെറിച്ചിനെ എങ്ങനെ പുറത്തിയാടുന്നതിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. അത് നോക്കിയിരിക്കണതിന്റെ അടിയിൽ ഡബിളൊരു കുപ്പി വെള്ളം കൊണ്ട് വന്നിക്കണം. വളരെ സന്തോഷത്തിന് എഴുതി ഞാനത് വാങ്ങി. അതിന്റെ അടിയിൽ നമ്മളെ വണ്ടി ചാട്ടാക്കും ചെയ്തിരിക്കുന്നു. നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പച്ചൽ ഇവിടെ നിന്ന് എന്തൊക്കെ കാട്ടിനണ്ടപ്പോഴാണ് മനസ്സിലായത് വിമാനം പറക്കാൻ കാണാൻ കുറച്ച് ചൊറുക്കില്ലോണ്ടെ ഓരോ തൊള്ളി നോക്കിന്നപ്പോഴേക്കും വിമാനം റോട്ടിൽ നിന്ന് നമുക്ക് കാണുന്നത് നമ്മളെ കാറ്റോട്ടിൽ നമ്മളെ ദുബായ് മാത്രം. കുറച്ചും കൂടെ പൊന്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോന്നും കാണാനല്ല, വെറും മേഘം. ഈ കാണുന്നതാണ് ഫ്ലൈറ്റിന്റെ ഉള്ളിലത്തെ ബാത്റൂം. കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ മുതലൊന്ന് കാണണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തിരിച്ചു പോയ ഗ്യാപ്പിൽ അപ്പുറത്തിരിക്കുന്ന ചേച്ചി നമ്മളോട് സൈഡ് സീറ്റ് ചോദിച്ചു. നമ്മളതാണ് കൊടുത്തു. പിന്നെ കണ്ണടച്ച് ഒറ്ററക്കാം. വിമാനത്തിന്റെ കുലുക്കം കൊണ്ട് കണ്ണറ നോക്കിയതാ. പിന്നെ മനസ്സിലായി നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ടിൽ എത്തിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടിയൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങി. അങ്ങനെ അതിന്റെ ഉള്ളിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സമാധാനമായി. എന്നാ ബാക്കി പിന്നെ